ഇതെന്തോന്നു മെഗ്നീഷ്യോ? ഇതെന്താ സംഭവം? അത് മെഗ്നീഷ്യം. അതൊരു മിനറലാണ്, നമ്മളെ ബോഡിക്ക് ഒരുപാട് കാര്യത്തിന് യൂസാണ്. ഒരുപാട് കാര്യമോ? അതൊന്ന് പറ, ഒന്ന് കേക്കട്ടെ. ഒരുപാട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോൺ ഹെൽത്ത്, നമ്മുടെ ബ്ലഡ് ഷുഗർ, മസിൽ ക്രാംസ്, ബ്ലഡ് പ്രഷർ, ആങ്സൈറ്റി, സ്ട്രെസ്, പിന്നെ നമ്മളെ ഉറക്കത്തിന് വരെ അത് സഹായിക്കും. അതിന് ഇതൊക്കെ കഴിക്കണോ? ഫുഡിൽ നിന്ന് കിട്ടൂലേ? ഫുഡിൽ നിന്ന് കിട്ടും. നമ്മളെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ചെറിയ ഗ്രെയിൻസ്, ആൽമണ്ട്സ്, രാജ്മ. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ അബ്സോർപ്ഷൻ വളരെ കുറവാണ്. ആസ് പെർ RDA ഒരു മെയിൽ അഡൽറ്റിന് 400 മുതൽ 420 mg, ഒരു ഫീമെയിൽ അഡൽറ്റിന് 300 മുതൽ 320 mg വേണം. അപ്പൊ എനിക്ക് ഈ സപ്ലിമെന്റ് കഴിക്കാമോ? നീ നന്നായിട്ട് ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് നിനക്ക് മെഗ്നീഷ്യം കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് എന്തായാലും സപ്ലിമെന്റ് കഴിക്കാം. ഇതൊക്കെ സേഫ് തന്നെ? ഇത് സേഫ് ആണ്. അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല. നിനക്കിപ്പോൾ ഹെൽത്തി കിഡ്നി ആണെങ്കിൽ നിനക്ക് എക്സ്ട്രാ വരുന്നത് നിന്റെ കിഡ്നി തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്തോളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം അടുത്ത് പേടിക്കണ്ട. ഇപ്പം കഴിക്കണം. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? നിനക്കത് 1000 mg ഡിന്നറിനോട് കഴിക്കാം. അതാകുമ്പോൾ നിന്റെ സ്ലീപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മിക്ക മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് സപ്ലിമെന്റിലും 22% എലമെന്റൽ മെഗ്നീഷ്യം ആയിരിക്കും. ഈ എലമെന്റൽ മെഗ്നീഷ്യമാണ് ആക്ച്വലി നമ്മളെ ബോഡി അബ്സോർബ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സോ ഒരു 1000 mg 220 mg എലമെന്റൽ മെഗ്നീഷ്യം ആയിരിക്കും. RDA പ്രകാരം ഒരാൾക്ക് വേണ്ട 50 മുതൽ 70% വരെ ഇതിൽ നിന്ന് കിട്ടും. ബാക്കി നമുക്ക് ഫുഡിൽ നിന്ന് കഴിക്കാം. സോ ഈ മെഗ്നീഷ്യം കുറവുള്ളവർക്ക് എന്തായാലും ഈ സപ്ലിമെന്റ് ഉപയോഗിക്കാം.